അർദ്ധരാത്രി ഹൃദയവേദനയുമായി പോയപ്പോൾ അവിടെ ഗേറ്റ് അടിച്ച് ചികിത്സ നിശ്ചയിച്ചു. ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എത്ര ചെറുപ്പക്കാരുടെ എത്ര പേരുടെ ജീവനെടുത്തു ഈ ആരോഗ്യവകുപ്പ്. ഈ പറയുന്ന നെടുമങ്ങാട് ഹസ്ന എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇന്ന് മലം വിസർജിക്കുന്നത് എവിടെ കൂടെയാണെന്ന് അറിയുമോ? ജനനേന്ദ്രത്തിൽ കൂടിയാണ്. ഞാൻ ചോദിക്കുന്നത്, മൂത്രനാളിയിലൂടെ ഒരു മനുഷ്യൻ മല വിസർജനം നടത്തുന്നത് ഈ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്, ചികിത്സാ പിഴവ് കൊണ്ടാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന ചികിത്സാ നേട്ടം എന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയേറെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീട്ടിലിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ വീട്ടിലിരിക്കേണ്ട അവസ്ഥ കേരളത്തിലെ ആരോഗ്യ വകുപ്പിനുണ്ടായി. ഇതാണോ ആരോഗ്യരംഗത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നേമത്തെ വോട്ടർമാർക്ക് ചോദിക്കാനൊന്നുമില്ലേ? ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്രയും വലിയൊരു ഒരു മിനിറ്റ് നന്ദു, ഒരു ഒറ്റ കാര്യം. ജനസഭ എന്ന് പറയുമ്പോൾ വോട്ടർമാരാണല്ലോ ചോദിക്കേണ്ടത്. നേമത്തെ പ്രബുദ്ധരായ ജനതയ്ക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഈ വികസനത്തിൽ സംതൃപ്തി അടയുന്നവരാണോ? യെസ്, ചോദിക്ക്. ആ ചേട്ടാ, ഒന്ന് വായടച്ച് വെച്ചേ, കുറെ സമയമല്ലോ. എല്ലാവർക്കും സംസാരിക്കാം. നിലവിൽ ഈ മണ്ഡലത്തിൽ വി ശിവൻകുട്ടി വേളം വെക്കാൻ പാടില്ല. വേളം വെക്കരുത്, അതൊന്നും അന്വേഷിച്ചു കൊടുക്കില്ല. MLA ആയിരിക്കുന്നത്. നിലവിൽ നമ്മൾ ഈ നാടിനകത്ത് നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. നിലവിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ശാന്തിവള, ഇവിടെ ആരോഗ്യരംഗത്തെ പറ്റിയൊക്കെ തന്നെ പറഞ്ഞപ്പോൾ, ഈ തൊട്ടടുത്തുള്ള ശാന്തിവള ആശുപത്രി, അവിടെ ബഹുനില കെട്ടിടം ഉയരുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുനില കെട്ടിടം അവിടെ ഉയരുകയാണ്. തൊട്ടടുത്തുള്ള പാപ്പനങ്കോട് സ്കൂൾ, അവിടെ ബഹുനില കെട്ടിടം ഉയരുന്നത് നമ്മൾ കാണുകയാണ്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകുമ്പോൾ കരമന സ്കൂളുണ്ട്. കരമന സ്കൂളിന് ലിഫ്റ്റ് വരെ കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ 2016 മുതൽ 21 വരെ O രാജഗോപാലാണ് MLA ആയിരുന്നത്. ഇവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്ന് എണ്ണി പറയാൻ വേണ്ടി BJP പ്രതിനിധിക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായി ഞാൻ എൻ്റെ അവസരം തുടങ്ങിയപ്പോൾ മുതൽ ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സഖാവ് വി ശിവൻകുട്ടി വന്നിട്ടല്ല ഇവിടെ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. കാലടി GHSS എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, പോണ വഴിക്ക് അറിയാമല്ലോ. ആ കാലടിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന്, ഒന്ന് വായിച്ചു നോക്കണം. ഇനി ഈ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു പ്രതിപക്ഷ MLA ആയിരുന്നു. ഒരു പ്രതിപക്ഷ MLAക്ക് സഖാവ് പിണറായി വിജയൻ്റെ അപ്രമാദത്തിൽ ഭരിക്കുന്നിടത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നയാ പൈസയുടെ അഴിമതി, ഒരു നയാ പൈസയുടെ സ്വജനപക്ഷപാതം, ഒരു നയാ പൈസയുടെ വർഗീയത, ഒരു നയാ പൈസയുടെ കെടുകാര്യസ്ഥത അത് ആരോപിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഈ പറയുന്ന ശിവൻകുട്ടി സഖാവ് മത്സരിച്ച 2021 അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഭരണ മികവ്. ഇനി നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ ഞാൻ അദ്ദേഹം ചോദിച്ചപ്പോൾ അത് ഞാൻ വേറെ കാര്യങ്ങളിൽ അദ്ദേഹം ചോദിച്ച കുറേ കാര്യങ്ങളിൽ മറുപടി പറയാനുള്ളതുകൊണ്ട് അദ്ദേഹം വിട്ടുപോയതാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായും നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഗ്യാസ് വരുന്നത് എന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരുന്നതും എന്നും അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് കൊണ്ടും അല്ലെങ്കിൽ വരുന്ന റൂട്ടുകൾ എങ്ങനെയാണെന്നും മനസ്സിലാവാത്തത് കൊണ്ടല്ല, അജ്ഞത കൊണ്ടുമല്ല, മനഃപൂർവ്വമായി പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവർ കുറേ ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ. ഇനി ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് ഞാൻ പറഞ്ഞോട്ടെ ചോദിക്കുമ്പോ മറുപടി പറയുമ്പോ വിഷമിക്കുന്ന എന്തിനാ? 2013 ഇറാനിൽ ഈ പറയുന്ന ഇതേ ടൈറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒരു കപ്പൽ 2013 ഈ പറയുന്ന ഇറാന്റെ തുറമുഖത്ത് നിന്ന് വരാൻ, ആ തുറമുഖം കടന്നു വരാൻ $1 മില്യൺ ഇറാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ന് ഒരു നയാ പൈസ കൊടുക്കാതെ 2 കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ 2 ഷിപ്പുകൾ ഓൾറെഡി ഇവിടെ റീച്ച് ചെയ്തു. മറ്റു ഷിപ്പുകൾക്ക് യാത്രാനുമതി കൊടുക്കുമെന്ന് ഇന്ത്യയിലെ അംബാസിഡറും അതുപോലെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 56 ഇഞ്ച് നെഞ്ചളവിന്റെ കയ്യൂക്കും നട്ടലൂക്കുമാണ് എന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി മനസ്സിലാക്കി വെക്കുന്നത്. നരേന്ദ്രമോദിയുടെ എന്തുകൊണ്ട് 2013 നിങ്ങളുടെ ആരാധ്യനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇരുന്നപ്പോ നിങ്ങൾ ഈ പണം നരേന്ദ്രമോദി ഓച്ചാനിച്ച് നിന്നതുപോലെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി രാജ്യത്ത് 1ാം ലോക
മഹായുദ്ധം ഞാൻ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞു തരാം. രണ്ടാം ലോക ഞാൻ മഹായുദ്ധം പറഞ്ഞു ഉണ്ടായിട്ടുണ്ട്. തരാം. ഇവിടെ ഒന്ന് ഇസ്രായേലും ഇറാനുമായിട്ട് ഒരു ചെറിയ യുദ്ധം ഉണ്ടായ സമയത്ത് ഒന്ന് സമാധാനപ്പെട്. ഇന്ധനം കിട്ടുന്നില്ല എന്ന് അല്ല, പറഞ്ഞാൽ സമാധാനപ്പെട്. എത്ര വലിയ ഗതികേടാണ്. എന്നിട്ട് ന്യായീകരിക്കാൻ സമാധാനപ്പെട്. എന്തോ വലിയ മിടുക്കാണ്. രണ്ട് കപ്പൽ ഇവിടെ കടത്തിവിട്ടപ്പോൾ നരേന്ദ്രമോദിയുടെ മിടുക്കാണോ? നാണമില്ല ഇത് ഞാൻ പറയാൻ. പറയട്ടെ. രണ്ട് കപ്പൽ കടന്നു വിട്ടത് പാകിസ്ഥാനിൽ മിടുക്കാണെന്ന് പറയുന്നത് നാണമില്ലേ? പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ മുംബൈ കടൽ തീരത്ത് വന്ന് ഇവിടുത്തെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള താജ് റെസിഡന്റും അതുപോലെ തന്നെ ഇവിടുത്തെ നരിമാൻ പോയിന്റ് അടക്കമുള്ള ഇന്ത്യയിലെ തന്ത്രപ്രധാന ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി പുൽവാമയും അടക്കമുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദം ഉണ്ടായത് തീവ്രവാദത്തെ തുറച്ചുകൊണ്ടുവന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരല്ലേ? നിങ്ങളുടെ ചോദ്യത്തിന് വിശദീകരണം തരുന്നവരാ. മറുപടി പറയട്ടെ. അതേ ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മറുപടി- അതല്ലാതെ ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് തീവ്രവാദം ഉണ്ടായത് എന്ന് പറയുന്നത്. മറുപടി അവരുടെ പറയട്ടെ. കാലഘട്ടത്തിൽ മറുപടി പറയട്ടെ. നരേന്ദ്രമോദി പറയട്ടെ. 15 വർഷമായി പറയട്ടെ. ഇവിടെ അപ്പോ തീവ്രവാദത്തെ ചെറുക്കാൻ ഈ കഴിഞ്ഞിട്ടുണ്ടോ? പറയുന്ന മുംബൈ ആക്രമണ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ കടന്നു കയറി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും വിദേശ പൗരന്മാരെയും ആക്രമിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം ആദ്യം ഓടിപ്പോയത് എവിടെയാ? അമേരിക്കയിൽ പോയിരുന്ന് കരഞ്ഞില്ല പട്ടികളി പോലെ. അപ്പോ ആ കാലഘട്ടം കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ പ്രസിഡന്റ് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ പാകിസ്ഥാൻ പട്ടാളമാണ് ആയുധം കീഴടക്കി പാകിസ്ഥാൻ ബടന്മാരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിന്നത്. ഒരാളുടെ മുന്നിൽ 2014 മുൻപ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് കാല് പിടിക്കാൻ മുൻപ് ഇതുപോലെ പച്ച നുണ പറയാൻ ഈ പറയുന്ന ഈ രാജ്യത്തെ നടക്കില്ല അദ്ദേഹത്തിന്റെ ഊഴമാണ് അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ പറയട്ടെ ഇതൊന്ന് കട്ട് ചെയ്ത് പറയുന്ന കേൾക്കണം ഇങ്ങനെ പറഞ്ഞാൽ മതി അദ്ദേഹത്തിന്റെ അവസരമല്ലേ നിങ്ങളിലേക്ക് വരുമല്ലോ നിങ്ങൾ ശാന്തമായി